ഗുരുവിനെ പകരാം പ്രകൃതിയെ കാക്കാം എന്ന മുദ്രാവാക്യവുമായി രൂപം കൊണ്ട പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ ശോഭീന്ദ്രവര ലക്കിടിയിൽ നടന്നു. വർഷങ്ങളോളം പ്രൊഫസർ ശോഭീന്ദ്രൻ നേതൃത്വം കൊടുത്ത മഴയാത്ര ആരംഭിക്കുന്ന കേന്ദ്രമായ ഓറിയന്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ഇതിന്റെ വേദിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം വയനാടിനെയും ബാധിച്ചു തുടങ്ങി എന്ന് അദ്ദേഹം പറഞ്ഞു. വയനാട് ചെറിയ ജില്ലയാണ്. 3 നിയോജക മണ്ഡലമുള്ള കേരളത്തിലെ ഏറ്റവും കുഞ്ഞു ജില്ല. ഈ ജില്ലയുടെ പ്രത്യേകത വളരെ രസകരമാണ്. നമ്മുടെ വൈത്തിരി, ഇപ്പൊ നിങ്ങളിരിക്കുന്ന വൈത്തിരി, ഈ പ്രദേശങ്ങളിൽ എപ്പോഴും ഒരു മഴയും ഒരു ചാറ്റലൊക്കെ ഉണ്ട്. മേപ്പാടി ആ പ്രദേശത്തേക്ക് ഇവിടത്തേക്ക് കോടയൊക്കെ ഉണ്ടാവും. പുൽപ്പള്ളി, മുള്ളംകൊല്ലിയൊക്കെ പോയാൽ മനുഷ്യൻ വെള്ളം കിട്ടാതെ അലയുന്നുണ്ട്. അവിടെ വെള്ളത്തിൽ ടാങ്കർ വെള്ളം വരുന്നത് കാത്ത് ആളുകൾ നിൽക്കുകയാണ്. ഈ ജില്ലയിൽ 3 ഭൂമിശാസ്ത്രപരമായി വളരെ ചെറിയ ദൂരമുള്ള ഈ ജില്ലയിൽ ഒരു സ്ഥലത്ത് വെള്ളത്തിന് വേണ്ടി നാട്ടുകാർ ടാങ്കർ കാത്തു നിൽക്കുന്നു, ഒരു സ്ഥലത്ത് ചാറ്റൽ മഴ, ഒരു സ്ഥലത്ത് കോടമഞ്ഞുണ്ട്. നമ്മൾ ചൂട് കൂടിയപ്പോൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു AC വാങ്ങുന്നു, ഫിറ്റ് ചെയ്യുന്നു, നമ്മളെ പ്രശ്നം കഴിഞ്ഞു. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ചൂട് കൂടിയത് എന്ന് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഞാനും ആലോചിക്കാറുണ്ടാവില്ല, നിങ്ങളും ആലോചിക്കാറില്ല. അപ്പൊ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഇത്രയും മനുഷ്യനെ ഇത് ബാധിക്കും. ഇത് ഉറപ്പായും എന്നെയും നിങ്ങളെയും ഒക്കെ ഈ കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കും. പക്ഷെ അതങ്ങനെ ചില ആളുകളൊക്കെ ഉറക്കെ ഒച്ചത്തിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരാളാണ് ശോഭീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വലിയ ആൾരൂപം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സമയം മുഴുവൻ മാറ്റിവെച്ചത് അദ്ദേഹത്തിന് വേണ്ടിയോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയോ അല്ല, അദ്ദേഹം ജനിച്ച പ്രകൃതിക്ക് വേണ്ടിയായിരുന്നു. ചടങ്ങിൽ പ്രസിഡന്റ് വടേക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് N. ബാദുഷ പരിസ്ഥിതി പ്രഭാഷണം നടത്തി. നമ്മുടെ ആദരണീയനായ ശോഭീന്ദ്രൻ മാഷ് വളരെയധികം വേദനയോടുകൂടിയാണ്, വിഷമത്തോടു കൂടിയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നിലേക്ക് തികട്ടി വരുന്നത്. വാസ്തവത്തിൽ മരം നടുക എന്നുള്ളത് ഒരുതരം ഒരു ആവേശമായി, മരം നടുക എന്നുള്ളൊരു ആവേശം മാത്രമല്ല, അതൊരു രാഷ്ട്രീയമായി മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ സ്ഥലത്തും നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ പല പ്രവർത്തനങ്ങളുടെയും നമ്മുടെ രാഷ്ട്രീയം അവതരിപ്പിക്കാൻ പറ്റും. വസ്ത്രധാരണം മുതൽ, സഞ്ചാരം മുതൽ, ഭക്ഷണം മുതൽ, എല്ലാറ്റിലും ശോഭീന്ദ്രൻ മാഷെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സംബന്ധിച്ച് മരം നടൽ പരിസ്ഥിതി രാഷ്ട്രീയമുണ്ട്. അതിനപ്പുറം മരം നടൽ ഒരു രാഷ്ട്രീയമായി ഏറ്റെടുത്ത ഒരു വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ വാരം ആചരിക്കുന്നത്. പ്രിൻസിപ്പൽമാരായ വിനു ജോർജ്, സുബൈദ നൌഷാദ്, ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് സുമ പള്ളിപ്രം, ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്റർ C. ജയരാജൻ, ജോത്സ്ന അനിൽ, ഡോക്ടർ MP വാസു തുടങ്ങിയവർ സംസാരിച്ചു. 20ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും പ്രകൃതി ദൃശ്യങ്ങൾ ക്യാൻവാസിൽ പകർത്തി. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ. ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം, ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര, മത്തത്ത് പ്ലാസ ബിൽഡിംഗ്, പൈപ്പ് ലൈൻ റോഡ്, കല്ലാച്ചി.